ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ധന്യ. ഇതെൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് കറിയാണ്. ബീഫ് കറി എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. 1 കിലോ ബീഫ് കഴുകി മഞ്ഞൾപ്പൊടി തിരുമിയത്, സവാള 3 എണ്ണം, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ചെറിയുള്ളി 10-12 എണ്ണം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, മല്ലിപ്പൊടി 6 ടീസ്പൂൺ. ഞാനിവിടെ മല്ലിപ്പൊടിയാണ് കൂടുതലെടുത്തിരിക്കുന്നത്. കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 4-5 എണ്ണം, വെളുത്തുള്ളി 10 അല്ലി, ഇഞ്ചി 1 വലിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചത്, എണ്ണ. ഇത് നാടൻ ബീഫ് കറി ആയത് കാരണം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് 1 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾക്ക് കറി തയ്യാറാക്കാൻ വേണ്ടത്. ഇനി നമുക്ക് ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് 2 എണ്ണൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചുമന്നുള്ളി, നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ശരിക്കും ചുമന്നുള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നവരെ. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് വരട്ടാം. ഇതെല്ലാം നന്നായിട്ട് വരണ്ടതിന് ശേഷം 3 സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. സവാളയൊക്കെ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം മസാലകൾ എല്ലാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. മസാലകൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി നമുക്ക് ചേർക്കാം. നമ്മൾ എടുത്തു വെച്ച കുരുമുളകിൻ്റെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. മസാലകൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ മസാലയോടും കൂടി നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലകളെല്ലാം യോജിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
ബീഫിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. മസാലയൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട്. ബീഫിലെ വെള്ളമൊക്കെ വറ്റി തീർന്നു. നമുക്ക് ഈ കറിയിലേക്ക് 1 ലിറ്റർ തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 30 മിനിറ്റോളം കറിക്ക് വേവാനുള്ള സമയമെടുക്കും. ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. കറി റെഡിയായി ഒന്ന് തുറന്ന് നോക്കാം. കറി റെഡിയായിട്ടുണ്ട്. കറക്റ്റ് അളവിന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പം നന്നായിട്ട് മസാലയുടെ മണമൊക്കെ വന്നു തുടങ്ങി. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ചേർന്നു. ഇനി നമുക്ക് ബാലൻസ് എടുത്ത് വെച്ചേക്കുന്ന കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, മിക്സ് ചെയ്ത് കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കാം. നമ്മുടെ നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ കുക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് കപ്പയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ഈ കറി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.